ഹലോ ഹലോ അന്നേ കേൾക്കുന്നുണ്ടോ? ഒന്ന് വേഗം ഒന്ന് വീട്ടിലോട്ട് വരാമോ? പെട്ടെന്ന് വാ. അതിനെ വിളിച്ചൊന്ന് പെട്ടെന്ന് വാ. ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് വാ. എന്തുവാടി? നീ എന്ത് ഇത്ര അത്യാവശ്യപ്പെട്ട് വരാൻ പറഞ്ഞത്? എടാ, ഈ വീട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്തുവാടി പറയുന്ന? ഈ വീട്ടിലെന്ത് വിഷയം? എടാ, അതല്ല, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഉറങ്ങിയിട്ട് തന്നെ ആഴ്ചകളായി. രാത്രിയാകുമ്പോൾ ഇവിടെ ആരൊക്കെയോ ഉള്ള ഒരു ഫീലിങ്സും പിന്നെ ഒരു കരിഞ്ഞ സ്മെല്ലും പറ്റുന്നില്ല എനിക്ക്. ഇത് ചാമേ, തൊട്ടടുത്തല്ലേ ഈ ശ്മശാനം. അവിടെ നിന്ന് പറഞ്ഞ സ്മെല്ലായിരിക്കും. നീ അതിന് ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞു. 6 മാസം മുന്നെയാണ് അവളും അവളെ സുഹൃത്തും ചേർന്നിട്ട് ഈ വീടെടുക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. പണ്ട് മുതലേ ഈ വീടെന്തോ പ്രശ്നമുള്ളതായിട്ട് നാട്ടുകാർ പറഞ്ഞതായിട്ട് എനിക്ക് ചെറിയൊരു അറിവുണ്ട്. പണ്ട് അവിടെ താമസിക്കുന്ന ഒരു അച്ഛനും ഒരു മോളുമാണ്. പുള്ളിക്ക് എന്തോ മാനസികമായ എന്തോ പ്രശ്നമുള്ളതായിട്ട് നാട്ടുകാർ പറഞ്ഞിട്ട് എനിക്കറിയാം. ഈ കൊച്ചിൻ്റെ അച്ഛനുമായിട്ട് നാട്ടുകാർക്കൊന്നും വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ കുഞ്ഞ് മരണപ്പെട്ടപ്പോഴത്തേക്കാണ് നമ്മൾ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അറിയുന്നത്. എടാ, ഇവക്ക് വട്ടാണ്. നീ എവളെ കഥയും കേട്ടോണ്ടിരിക്കണം. ഇതിന്റെ കാര്യം നോക്കി എടി, തണുത്ത വല്ല ഇരിപ്പുണ്ട് അവിടെ. എൻ്റെ കരിയറിൽ ഇതുപോലെ ബുദ്ധിമുട്ടിയത് ഇത്രയും ദുരൂഹമായ കേസ് വേറൊന്നുമില്ല. ഇതിൽ ഞാൻ മാത്രമല്ല, ഇത് ഒരുപാട് പേര് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ട്. അതിൽ ആ പെൺകുട്ടി മരിച്ചതും ആ പെൺകുട്ടിയുടെ കൂട്ടുകാരി മരിച്ചതും തമ്മിൽ 5 ദിവസം വ്യത്യാസമുണ്ടായിരുന്നു. അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ചത്.